അമേരിക്കൻ രാഷ്ട്രീയത്തെയും പശ്ചിമേഷ്യൻ നയതന്ത്രത്തെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. US കോൺഗ്രസിനെ പൂർണ്ണമായും നോക്കുകുത്തിയാക്കിക്കൊണ്ട് അടിയന്തരാധികാരം ഉപയോഗിച്ച് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളെയും പരിശോധനാ രീതികളെയും മറികടന്നുകൊണ്ടുള്ള ഈ വേഗതയേറിയ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. ഏകദേശം 8.6 ബില്യൺ ഡോളറിലധികം മൂല്യം വരുന്ന അത്യാധുനിക ആയുധ ശേഖരമാണ് ഈ കരാറിലൂടെ പശ്ചിമേഷ്യയിലെ സഖ്യകക്ഷികൾക്ക് കൈമാറുന്നത്. ഇസ്രയേൽ, ഖത്തർ, കുവൈറ്റ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളാണ് ഈ ആയുധ കരാറിലെ പ്രധാന ഗുണഭോക്താക്കൾ. സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു ആയുധ കൈമാറ്റം നടക്കുമ്പോൾ US കോൺഗ്രസിന്റെ വിശദമായ പരിശോധനയും അംഗീകാരവും അനിവാര്യമാണ്. എന്നാൽ മേഖലയിലെ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമാണെന്നും ചർച്ചകൾക്കായി കാത്തുനിൽക്കാൻ സമയമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ഭരണകൂടം ഈ അസാധാരണ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അത്യന്തം വിനാശകാരിയായ പ്രഹരശേഷിയുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, കൃത്യതയേറിയ ലക്ഷ്യസ്ഥാനങ്ങൾ തകർക്കാൻ ശേഷിയുള്ള പ്രിസിഷൻ ഗൈഡഡ് മ്യൂണീഷനുകൾ, മറ്റു നൂതന സൈനിക ഉപകരണങ്ങൾ എന്നിവ ഈ പാക്കേജിൽ ഉൾപ്പെടുന്നു. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന യുദ്ധഭീതിയും പ്രാദേശികമായ അസ്ഥിരതയും കണക്കിലെടുക്കുമ്പോൾ സഖ്യകക്ഷികളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കേണ്ടത് അമേരിക്കയുടെ കൂടി ഉത്തരവാദിത്തമാണെന്നാണ് വൈറ്റ് ഹൗസിന്റെ ഔദ്യോഗിക വിശദീകരണം. തങ്ങളുടെ പങ്കാളികൾക്ക് സൈനിക സഹായം നൽകുന്നതിൽ കാലതാമസം വരുത്തുന്നത് മേഖലയിലെ സുരക്ഷയെ അപകടത്തിലാക്കുമെന്ന് ഉദ്യോഗസ്ഥർ വാദിക്കുന്നു. എന്നിരുന്നാലും ട്രംപിന്റെ ഈ നീക്കം അമേരിക്കൻ പാർലമെന്റിനുള്ളിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കുന്നതിൽ കോൺഗ്രസിനുള്ള മേൽനോട്ട അധികാരം റദ്ദാക്കാനുള്ള ശ്രമമായാണ് പലരും ഇതിനെ കാണുന്നത്. ഒരു അടിയന്തര സാഹചര്യം യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നുണ്ടോ, അതോ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ മുൻനിർത്തിയാണോ ഇത്തരമൊരു അധികാരം പ്രയോഗിച്ചത് എന്നതിനെക്കുറിച്ച് വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. കോൺഗ്രസിനെ മറികടക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ഇത് ഭാവിയിൽ ജനാധിപത്യപരമായ നിയന്ത്രണങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധ കരാർ വലിയൊരു ശക്തി പ്രകടനമാണ്. ഇസ്രയേലും മറ്റ് ഗൾഫ് രാജ്യങ്ങളും തങ്ങളുടെ സൈനിക കരുത്ത് വർദ്ധിപ്പിക്കുന്നതോടെ മേഖലയിലെ ശക്തി സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. പ്രത്യേകിച്ച് ഇറാനുമായുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ അത്യാധുനിക ആയുധങ്ങൾ കൈവശം വരുന്നത് സഖ്യകക്ഷികൾക്ക് വലിയ ആത്മവിശ്വാസം നൽകും. ശതകോടികളുടെ പ്രതിരോധ കരാറുകൾ ഇത്ര വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആഗോള ആയുധ വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ നീക്കം കേവലം ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് വ്യക്തമായൊരു രാഷ്ട്രീയ സന്ദേശമാണ്. പശ്ചിമേഷ്യൻ സഖ്യകക്ഷികൾക്കൊപ്പം അമേരിക്ക പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്ന ഉറച്ച സന്ദേശം ശത്രു രാജ്യങ്ങൾക്ക് നൽകുക എന്നതാണ് ഇതിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. ആഭ്യന്തരമായ എതിർപ്പുകളെ അവഗണിച്ചും തന്റെ വിദേശ നയം നടപ്പിലാക്കാനുള്ള ട്രംപിന്റെ നിശ്ചയദാർഢ്യം ഇതിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാകുന്നു. വരും ദിവസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഈ വിഷയം കൂടുതൽ നിയമ പോരാട്ടങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും വഴിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിന് ഈ ആയുധങ്ങൾ ആശ്വാസം നൽകുമോ അതോ സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്നത് ലോകം ഉറ്റുനോക്കുകയാണ്.